അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൈവളികയിൽ സാഹിത്യോത്സവ് വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേരെയും അതുപോലെ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ മുഴുവൻ മനുഷ്യരെയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ബോധപൂർവം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഞാൻ വരുന്നത് വയനാടിൻ്റെ തൊട്ടേ താഴെ നിന്നാണ്. താമരശ്ശേരിയിലാണ് എൻ്റെ വീട്. അതുകൊണ്ട് വിശേഷമൊന്നുമില്ല. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും വയനാടിന് അടുത്തു തന്നെയാണ്. മണ്ണിലുണ്ട് മനുഷ്യർ എന്നാണ് സിറാജ് ദിനപത്രം കഴിഞ്ഞ ദിവസം ഹെഡ്ലൈൻ കൊടുത്തത്. മണ്ണിലുണ്ട് മനുഷ്യർ എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ആ ചെളിക്കകത്ത് ഒരു നിമിഷം കൊണ്ട് വീണുപോയ മനുഷ്യർ ഇപ്പോഴും കിടക്കുന്നുണ്ട്. രണ്ട്, അവർക്കു മേലെ ആ മണ്ണിൽ കാലൂന്നി നിന്നുകൊണ്ട് ഒന്നും നോക്കാതെ ഒരു ഉപാധിയുമില്ലാതെ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്നുമുണ്ട്. മണ്ണിലുണ്ട് മനുഷ്യർ. എന്നാൽ ഈ സമയത്തും, എല്ലാവരും ഒരുമിക്കുന്ന സമയത്തും വിദ്വേഷം വലിയ നിലയിൽ വ്യാപിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ നിന്ന്, മീൻസ് ഇവിടെ നിന്ന് പുറത്തേക്ക് വരാത്തൊരു വാർത്ത, കന്നഡ മാത്രം കൈകാര്യം ചെയ്യുന്ന ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കടുത്ത വിദ്വേഷം പ്രചരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അവിടെ മാത്രമല്ല, ഇന്ന് നമ്മുടെ പത്രത്തിൻ്റെ അവസാന പേജിൽ ഒരു വാർത്തയുണ്ട്. അതിങ്ങനെയാണ്. BJPയുടെ ഒരു MLA പറയുന്നു, ഗോവധം നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഹിമാചൽ പ്രദേശിലുമൊക്കെ ഉണ്ടാകുന്നത് പോലെ അല്ല. അവിടെയും കുഴപ്പമുണ്ട്, പക്ഷേ വലിയ കുഴപ്പമുണ്ടാകുന്നത് ഗോവധത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്ന് പറയുന്നു. മുലപ്പാൽ കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ കയ്യിൽ മുലപ്പാലുണ്ട്, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, കുഞ്ഞുങ്ങൾ കുടിക്കട്ടെ, ജീവരക്തം രുചിക്കട്ടെ എന്ന് പറയുന്നിടത്തിൻ്റെ താഴെ കടുത്ത വിദ്വേഷം ആളുകൾ എഴുതി വിടുന്നു എന്ന് പറയുന്നത്, ഈ മനുഷ്യരെല്ലാം ഒരുമിക്കുന്നിടത്തും വെറുപ്പ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന സാഹചര്യത്തിലാണ് മനുഷ്യരെ വിളിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അഭിവാദ്യം ചെയ്യാനാകൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വെറുപ്പൊരു കടുത്ത രാഷ്ട്രീയമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ യൂട്യൂബിൽ പോയാൽ ചിലപ്പോൾ പ്രശ്നമായേക്കാം, എന്തായാലും പോലും പറയാതിരിക്കാൻ പറ്റില്ല. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, ഇത്തിരഞ്ഞെടുപ്പിലല്ല, അതിൻ്റെ മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പോകേണ്ടി വന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യ അവസ്ഥയിലാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു. നമ്മുടെ പത്രങ്ങളൊക്കെ ഏറെക്കുറെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നു. അദ്ദേഹം വളരെ നേതൃരംഗത്തേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു ബദൽ സർക്കാർ ഉണ്ടാകും, മോദി സർക്കാർ താഴോട്ട് പോവും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന കാലത്താണ് ഞാൻ ഉത്തരേന്ത്യയിൽ പോകേണ്ടി വന്നത്. അപ്പോൾ അവിടെ വെച്ചൊരു ഓട്ടോ ഡ്രൈവറെ പരിചയപ്പെട്ടു. സ്വാഭാവികമായും നമ്മൾ പോകുമ്പോൾ അങ്ങനെയാണല്ലോ വാർത്തയൊക്കെ ഉണ്ടാക്കുന്നത്. ഒരു ഓട്ടോ ഡ്രൈവറെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? അദ്ദേഹം പറഞ്ഞു, ബഹുത്ത് മുഷ്കിൽ ഹേ ഭായ്, വലിയ കഷ്ടമാണ്. അപ്പം ചോദിച്ചു, എന്താണ് കുട്ടികളുടെ വിദ്യാഭ്യാസം? അതൊക്കെ പോക്കാണ്. നോട്ട് നിരോധനത്തിന് ശേഷം നമ്മുടെ ജീവിതമാകെ പൊളിഞ്ഞു പോയില്ലേ? ഓട്ടമില്ല, കയ്യിൽ പൈസയില്ല, ആകെ പ്രശ്നമാണ്, എന്ത് ചെയ്യും? അദ്ദേഹം എന്നോട് പറയാണ്, നോട്ട് ബന്ദി നമ്മുടെ ജീവിതം തകർത്ത് കളഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇദ്ദേഹം ഈ സർക്കാരിൻ്റെ കടുത്ത വിമർശകനാണല്ലോ. ഒരു വിമർശകനെ കണ്ടെത്തിയിരിക്കുന്നു, ലക്നൌവിൽ ഒരു വിമർശകനെ കണ്ടെത്തിയിരിക്കുന്നു. ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓട്ടോയുടെ മുകളിൽ വലിയ പൂർണ്ണമായിട്ടുള്ളൊരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നു. ആ ഫ്ലെക്സിനകത്ത് പ്രധാനമന്ത്രിയുടെ പടമുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പോവല്ലേ, എന്താ പ്രശ്നം? ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഇത്രയും വലിയ പടം നിങ്ങൾ വെച്ചിട്ടല്ലോ? കുറച്ച് നേരത്തെ നിങ്ങൾ നോട്ട് ബന്ദിനെ വിമർശിച്ചല്ലോ. അദ്ദേഹം മഹാനല്ലേ, അദ്ദേഹം ബാലാക്കോട്ട് പോയി പാകിസ്ഥാൻ കുത്തകളെ അടിച്ചയാളല്ലേ എന്നാണ് ചോദ്യം. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ
രാഷ്ട്രീയത്തെ അട്ടിമറിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജീവിത പ്രയാസങ്ങൾ മുഴുവൻ തൊട്ടടുത്ത നിമിഷത്തിൽ എന്നോട് പറഞ്ഞ ആൾ പറയുകയാണ്, അതെല്ലാം അയാൾ മറക്കുകയാണ്. അയാളുടെ രാഷ്ട്രീയത്തെയും അയാളുടെ ബോധ്യത്തെയും അട്ടിമറിക്കാനുള്ള ഒരു ആയുധമായി പാകിസ്ഥാൻ വിരോധം നിലനിൽക്കുകയാണ്. പാകിസ്ഥാൻ ശത്രു, അത് മറ്റൊരു കാര്യമാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പാകിസ്ഥാൻ ന്യായീകരിച്ചു എന്ന് അവസാനം വ്യാഖ്യാനിക്കരുത്. മറിച്ച് ഇന്ത്യയിലെ ജീവിത പ്രയാസങ്ങളെ മുഴുവൻ മാറ്റിവെക്കാൻ അതിർത്തിയിലെ ഒരു ആക്രമണത്തിന് സാധിക്കുന്നു എന്ന് പറയുന്നതാണ് എന്താ പറയുക, വിദ്വേഷം. ആരോടാവട്ടെ, അതടുത്ത രാജ്യത്തോടാവട്ടെ, അതടുത്ത വ്യക്തിയോടാവട്ടെ, അടുത്ത സമൂഹത്തോടാവട്ടെ, ആരോടാണെങ്കിലും വിദ്വേഷം എങ്ങനെയാണ് ശക്തമായൊരു രാഷ്ട്രീയമായി ഭവിക്കുന്നത് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഞാൻ ഈ ലോകവിശേഷം എഴുതുന്ന ആളാണ്, അതുകൊണ്ട് ലോകത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലേ പിന്നെ ശരിയാവില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഫ്രാൻസിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാൾ സെൻറ്റർ ഇടതുപക്ഷ, മധ്യ ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുൻനിരയിൽ ജയിച്ചു വരുമെന്ന പ്രതീതി ഉണ്ടാക്കിയത് മാരിനെ ലീപ്പെൻ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവാണ്. അവർ കടുത്ത മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുപ്പത്തിൻ്റെ പരിപാടി തന്നെ നിരന്തരം മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുക, നിരന്തരം കുടിയേറ്റ വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുക. പുറത്തു നിന്ന് വരുന്ന ആളുകളാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ന്യൂനപക്ഷങ്ങളെയും കറുത്ത വർഗ്ഗക്കാരെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. വേറൊരു രാഷ്ട്രീയവുമില്ല. ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മാത്രം അവർ അവിടെയുള്ള ഭരണകക്ഷിയെ വെല്ലുവിളിക്കുന്ന നിലയിൽ വന്നു. ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിൽ അവരെ തോൽപ്പിക്കാൻ നമ്മളെ ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയതുപോലെ വിവിധ പാർട്ടികളുടെ സഖ്യമുണ്ടാക്കിയാണ് തത്കാലം ആ രാഷ്ട്രീയത്തെ അവിടെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഒരു വികസന പ്രശ്നവും മാരിനെ ലീപ്പൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും വിദ്വേഷം വളരെ എളുപ്പമുള്ള ഒരു രാഷ്ട്രീയമായി മാറുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ ഇന്ത്യ സഖ്യമായാണ് മത്സരിച്ചത്. അത് നമുക്ക് പ്രതീക്ഷ പകരുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ത്യ സഖ്യമായി മത്സരിച്ചിട്ട് പോലും ഇതേ സർക്കാരിന് തിരിച്ചു വരാൻ സാധിച്ചത് നിരന്തരം വിദ്വേഷം വിതറിക്കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഉത്തർപ്രദേശിലെ പ്രസംഗം എന്താണ്? നിങ്ങൾക്ക് ഈദിന് വെളിച്ചമുണ്ട്, ദീപാവലിക്ക് വെളിച്ചമില്ല. എന്തൊരു ഇതാണത്, താരതമ്യമാണത്. നിങ്ങൾ ഇവരെ അധികാരത്തിലേറ്റിയാൽ നിങ്ങളുടെ മംഗല്യസൂത്ര പിടിച്ചു വലിച്ച്, മംഗല്യസൂത്ര, നിങ്ങളുടെ കെട്ടുതാലി, അങ്ങനെ പറഞ്ഞാൽ മലയാളത്തിൽ മനസ്സിലാവും, കെട്ടുതാലി പിടിച്ചു പറിച്ച് കൂടുതൽ പ്രസവിക്കുന്നവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ എത്ര കടുത്ത വിദ്വേഷമാണ്. ഇത് ആരാണ് പറഞ്ഞത്? ഏതെങ്കിലും ജൂക്ലി നേതാവാണോ? അല്ല. പ്രധാനമന്ത്രി പറയുന്നു, ആഭ്യന്തരമന്ത്രി പറയുന്നു, അസാം മുഖ്യമന്ത്രി പറയുന്നു, UP മുഖ്യമന്ത്രി പറയുന്നു, മുഖ്യമന്ത്രി തലത്തിൽ, ജനറൽ സെക്രട്ടറി തലത്തിലുള്ള വലിയ നേതാക്കൾ പച്ചയായ രാഷ്ട്രീയം, പച്ചയായ വിദ്വേഷം വിളമ്പിക്കൊണ്ടേയിരുന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ മലീമസമാക്കിയത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ നിങ്ങൾ കണ്ടുവല്ലോ, ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള SNDPയുടെ നേതാവ് പറയുകയാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്തു കൊടുത്തതിൻ്റെ, അനർഹമായി ചെയ്തു കൊടുത്തതിൻ്റെ ഭാഗമായാണ് ഇടതുപക്ഷം തോറ്റിട്ടുള്ളത് എന്നത്. ഇടതുപക്ഷത്തിൻ്റെ തോൽവിയുടെ കാരണങ്ങൾ അവർ മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ അറിയാവുന്ന കാര്യമാണ്, അവർക്ക് തന്നെയും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരാൾ ഉപദേശിക്കുകയാണ് മുസ്ലിങ്ങൾ എന്തോ അനർഹമായി നേടിയിരിക്കുന്നു എന്നുള്ളത്. ഇതേ മനുഷ്യൻ തന്നെയാണ്, ഇതേ ആൾ തന്നെയാണ് മാൻഹോളിൽ വീണ മാൻഹോളിൽ വീണ് രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ആൾ മരിച്ചു പോയപ്പോൾ അയാൾക്ക് സർക്കാർ ധനസഹായം കൊടുത്തപ്പോൾ ഇതിനേക്കാൾ കടുത്ത വിദ്വേഷം പ്രചരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഇടങ്ങളിലെല്ലാം ഈ സാധനം വിതറിക്കൊണ്ടേയിരിക്കുകയാണ്, വിദ്വേഷം വിതറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയമായി രൂപാന്തരപ്പെടുകയാണ്, വളരെ എളുപ്പമുള്ള രാഷ്ട്രീയമായി രൂപാന്തരപ്പെടുകയാണ്. നിങ്ങൾക്കിഷ്ടമുള്ള തരത്തിൽ ആളുകളെ വൈകാരികമായി ഇളക്കുകയാണ്.
നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ദേഷ്യം പിടിച്ചാൽ, വൈകാരികമായി ഇളകിപ്പോയാൽ പിന്നെ നമ്മൾ യാഥാർത്ഥ്യബോധമില്ലാത്തവരായി മാറും. വൈകാരികമായി നിങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ താഴോട്ട് പോയി. നിങ്ങൾ വോട്ട് ചെയ്യാൻ വെച്ചത് മറന്നുപോയി. നിങ്ങളെല്ലാവരും ഒരു പ്രത്യേക വിഭാഗത്തിന് വോട്ട് ചെയ്യുന്ന ആളുകളായി മാറുന്നു. ഒരു പൊളിറ്റിക്സായി, ഒരു രാഷ്ട്രീയമായി, തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള സംഗതിയായി അത് മാറുന്നു എന്നുള്ളതാണ്. മറ്റൊന്നെന്താണ്? നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റുന്ന ഒന്നായി അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കാണേണ്ടത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം, വിദ്വേഷ പ്രചാരണം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതോ ഒരു നിശ്ചിത സമയത്ത് അടങ്ങുന്നതോ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമായി പൊട്ടിപ്പുറപ്പെടുന്നതോ അല്ല എന്നുള്ളതാണ്. നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണത്. ഇതിനെ നമ്മൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് പോകാമെന്ന് തോന്നുന്നു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇപ്പം ജനോസൈഡ്, എങ്ങനെയാണ് വംശഹത്യ ഉണ്ടാകുന്നത്? വംശഹത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക ജനസമൂഹത്തെ തിരഞ്ഞു പിടിച്ച് ഉന്മൂലനം ചെയ്യുന്ന പരിപാടിയാണ് വംശഹത്യ എന്ന് പറയുന്നത്. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വംശഹത്യയാണ് അനുഭവിച്ചിട്ടുള്ളത്. ഗുജറാത്തിൽ നടന്നതിനെക്കുറിച്ച് പത്രങ്ങൾ 3 വാക്കുകൾ പ്രയോഗിക്കും. ഒന്ന് ഗുജറാത്ത് കലാപം, മറ്റൊന്ന് ഗോത്രാനന്തര കലാപം, മറ്റൊന്ന് വംശഹത്യ. അതിലേറ്റവും ശരിയായ വാക്ക് വംശഹത്യ എന്നുള്ളതാണ്. കലാപം എന്ന് പറയുന്നത് 2 വിഭാഗങ്ങൾ തമ്മിൽ നടക്കുമ്പോഴാണ് അതിനെ കലാപം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുക. ഗോത്രാനന്തര കലാപം എന്ന് പറയുന്നത് ഏറ്റവും മോശമായ വാക്കാണ്. അത്ര എന്താ, ഗോദ്രയിൽ സംഭവിച്ചതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ സ്വാഭാവികമായി സംഭവിച്ച ഒരു കാര്യം എന്നാണ് ഗോത്രാനന്തര കലാപം എന്ന വാക്ക് നമ്മൾ പ്രയോഗിക്കുമ്പോൾ മനസ്സിലാവുക. പക്ഷേ വംശഹത്യ എന്ന വാക്കാണ് ഏറ്റവും ശരിയായിട്ടുള്ള സംഗതി. ലോകത്താകെ നടന്ന വംശഹത്യകളെക്കുറിച്ച് പഠിച്ച് ഡാനിയൽ ഫിയർസ്റ്റീൻ, നിങ്ങളത് നിങ്ങളുടെ കുട്ടികളെ നോട്ട് ചെയ്താൽ പിന്നീട് നോക്കാൻ പറ്റും. ഡാനിയൽ ഫിയർസ്റ്റീൻ എന്ന് പറയുന്ന പണ്ഡിതൻ അതിനെക്കുറിച്ച് പഠിക്കുകയും ജനോസൈഡ് ആസ് എ സോഷ്യൽ പ്രാക്ടീസ് എന്ന ഒരു പഠനം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്ന ആക്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനർത്ഥം ഞാനിനി പറയാൻ പോകുന്നത് നമ്മുടെ കാസർഗോട്ടും കേരളത്തിലുമൊക്കെയുള്ള വിദ്വേഷ പ്രചാരണം ആത്യന്തികമായി ഒരു പൂർണ്ണമായ കൊലപാതകത്തിലും ഉന്മൂലനത്തിലും വംശഹത്യയിലും ചെന്നെത്തുമെന്നല്ല. എന്നാൽ വംശഹത്യയിലേക്കുള്ള ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത്? വിദ്വേഷ പ്രചാരണം എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിലൊന്നാമത്തെ ഘട്ടം വെറുപ്പ് സൃഷ്ടിക്കലും മനുഷ്യരേ അല്ലെന്ന് ചിത്രീകരിക്കലുമാണ്. ഒന്നാമത്തെ ഘട്ടം ഏതെങ്കിലും ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് ഉന്മൂലനം ചെയ്യണമെന്നോ ആട്ടിയോടിക്കണമെന്നോ അവരെ നിഷ്പ്രഭമാക്കണമെന്നോ സമൂഹത്തിൻ്റെ അരികിലേക്ക് മാറ്റണമെന്നോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യുക, ഡാനിയൽ ഫിയർസ്റ്റീൻ പറയുന്നു, വെറുപ്പ് സൃഷ്ടിക്കലും മനുഷ്യരേ അല്ലെന്ന് ചിത്രീകരിക്കലുമാണ് സ്റ്റിഗ്മറ്റൈസേഷൻ ആൻഡ് ഡീഹ്യൂമനൈസേഷൻ എന്നാണ്. അപ്പം എങ്ങനെയാ അത് സാധിക്കുക? അവരുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ സംസ്കാരം, ജീവിത രീതി, ഭാഷാപ്രയോഗങ്ങൾ എല്ലാം മോശമായി ചിത്രീകരിക്കപ്പെടും. നോക്കൂ, ദക്ഷിണ കന്നഡയുടെ രാഷ്ട്രീയം എന്താണ്? ഇവിടെ സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് വയ്ക്കുന്ന സംഗതി എന്താണ്? ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. കാസർകോട്ടെ മുസ്ലിങ്ങളെ ആകെ അപരവത്കരിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അത്യുത്തര കേരളത്തിലെ മനുഷ്യരെ അന്യരോ അദൃശ്യരോ നിഗൂഢരോ ആക്കി മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. കാസർഗോഡ് ഇച്ചമാരൊക്കെ കൊള്ളക്കാരാണ്, സാമൂഹിക വിരുദ്ധരാണ്, അവർ നോട്ടടിക്കാരാണ്, അവർ എംബസി, കാസർഗോഡ് എംബസി എന്നൊരു വാക്ക് തന്നെ ഉണ്ടാക്കി. എന്നിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ഒരു പ്രതിച്ഛായ ഉണ്ടാക്കുകയാണ്. ഭയങ്കര വളവന്മാരായ, ദേശത്തിൻ്റെ നിയമങ്ങളെ മുഴുവൻ ലംഘിക്കുന്ന, ദേശത്തെ വെല്ലുവിളിക്കുന്ന, അങ്ങനെ നിങ്ങളുടേതായ നിലയിൽ വിസയടിക്കുന്ന, പാസ്പോർട്ട് ഉണ്ടാക്കുന്ന, വലിയ സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുന്ന നിഗൂഢമായ ജനതയാണ് എന്ന പ്രചാരണം നിങ്ങൾക്ക് കണ്ടെത്താനാകാത്ത നിലയിൽ നടത്തുകയാണ്. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വെറുക്കപ്പെട്ടവരായി മാറും എന്നുള്ളതാണ്.
അപ്പോൾ നാം എന്നൊരു പ്രയോഗവും അവർ എന്നൊരു പ്രയോഗവും ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നടക്കുന്നുണ്ടാവും, ഇത് മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്നിടത്ത് നടക്കുന്നുണ്ടാവും, പൊതു പ്രസ്താവനകളിലൂടെ നടക്കുന്നുണ്ടാവും, ഒരു പക്ഷേ ഒട്ടും കാണാതെ ഗോപ്യമായി അത് നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ മാത്രമാണ് ഈ വിദ്വേഷത്തിൻ്റെ പ്രകടനങ്ങൾ ഉണ്ടാവുക എന്ന് നമ്മൾ കാണണം. അതൊരു റിയാസ് മൗലവി ബദ്ധത്തിലായിരിക്കാം, അത് ഒരു 8 വയസ്സുകാരൻ്റെ മരണത്തിലായിരിക്കാം, അല്ലെങ്കിൽ ശ്രീരാമസേന പോലെയുള്ള ഗ്രൂപ്പുകൾ ഇവിടെ വന്ന് പ്രവർത്തിക്കുമ്പോഴായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ശബരിമല വിഷയത്തിൻ്റെ പേരിലുള്ളൊരു പ്രശ്നത്തിലായിരിക്കാം. എന്നാൽ ഇത് അടിത്തട്ടിൽ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് വെറുപ്പിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്നത് ഒരു സംഗതിയും ഒരു അപരത്വവും അവിടെ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടം മാത്രമാണ് പീഡനവും അക്രമവും ഭീകരതയും ഒക്കെ കടന്നു വരുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിലാണ്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ നടന്നു എന്നതിന് ഒരല്പമെങ്കിലും പറയാവുന്നത് എവിടെയാണ്? ഗുജറാത്തിൽ മാത്രമായിരിക്കും. മൂന്നാമത്തത് ഒറ്റപ്പെടുത്തലും അകറ്റി നിർത്തലുമാണ്, സെഗ്രിഗേഷൻ എന്ന് പറയും. നാലാമത്തത് ക്രമാനുഗതമായ ക്ഷയിപ്പിക്കലാണ്. ഇതൊക്കെ വിദ്വേഷത്തിൻ്റെ ഘടകങ്ങളാണ്. ക്രമാനുഗതമായ ക്ഷയിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെ സംവരണത്തിൽ ഇറക്കി വിടുക, നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാതാക്കുക, നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നിങ്ങളെ മാറ്റുക, നിങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ വിദ്വേഷം എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസോ ഒരു വാക്കോ എടുത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിരന്തരമായ ഒരു പ്രക്രിയയായി അത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് നിരന്തരം നടന്നു പോകുമ്പോൾ പിന്നെ ആർക്കും ആക്രമിക്കാവുന്ന, അത്തരക്കാരെ ആക്രമിക്കുന്നത് ഒരു ശരിയായി മാറുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാകുമെന്നുള്ളതാണ്. നാസി ജർമ്മനിയുടെ കാലത്ത് എർണ പെട്ര എന്ന് പറഞ്ഞൊരു സ്ത്രീയെ നിങ്ങൾ പരിചയപ്പെടണം. ഈ സ്ത്രീ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4 ജൂത കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആകെ വിശന്ന് വലഞ്ഞ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു, അവരെ കുളിപ്പിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, എന്നിട്ട് ഭർത്താവിനെ കാത്തിരിക്കുന്നു. ഭർത്താവ് നാസി വിഭാഗത്തിൽപ്പെട്ട പടയാളിയാണ്, അതിൻ്റെ ഭടനാണ്. അയാൾ തിരിച്ചു വരാൻ കാത്തിരിക്കുന്നു കുഞ്ഞുങ്ങളെ കൊല്ലാൻ. പക്ഷെ അവൾക്ക് തിടുക്കമാകുന്നു. ആ തിടുക്കം കൊണ്ട് അയാൾ വരുന്നതിന് മുമ്പേ ആ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു. എർണ പെട്രയെ നാസി ജർമ്മനി തകർന്നതിന് ശേഷം വിചാരണ ചെയ്യുന്ന കോടതിയിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണത് ചെയ്യാൻ സാധിച്ചത് എന്ന്. അവർ പറയുന്നു, ഞാനല്ല അത് ചെയ്തത്, എൻ്റെ ഉള്ളിലെ വിദ്വേഷത്തിൻ്റെ കടുപ്പം എന്നെക്കൊണ്ടത് ചെയ്യിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. വിദ്വേഷ പ്രചാരണത്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് വെറുപ്പുണ്ടാക്കി ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരറിയാതെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. ഗുജറാത്ത് വംശഹത്യയുടെ ഘട്ടത്തിൽ അതിൽ പങ്കെടുത്തിയ ആളുകൾ പിന്നെ കുറ്റബോധത്തോടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്, എൻ്റെ തൊറ്റയടുത്തയാളെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്വേഷത്തിൻ്റെ പ്രചാരണം, വെറുപ്പിൻ്റെ പ്രചാരണം ഒരു നിശ്ചിത കാലത്ത് നിൽക്കുന്നതല്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ് എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഒരു പ്രകോപനവും ഇല്ലാതെയാണല്ലോ. ഇപ്പോൾ നോക്കൂ, എന്താണ് റിയാസ് മൗലവിക്ക് എന്താണ് പ്രശ്നം? അയാളും ഈ കൊലയാളികളും തമ്മിൽ യാതൊരു ശത്രുതയുമില്ലല്ലോ. നിങ്ങൾ കാണണം, അത് ഒരു ശത്രുതയുമില്ലാത്തയാൾ, ഒരു തരത്തിലും പരിചയമില്ലാത്തയാൾ ഒരു പള്ളിക്കകത്ത് കിടന്നുറങ്ങി എന്നതുകൊണ്ട് കൊല ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിലൊക്കെ മറ്റാളുകൾ ആരൊക്കെയോ സൃഷ്ടിച്ചെടുത്ത വിദ്വേഷവും വെറുപ്പും എത്ര വലുതായിരിക്കും എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. വെറുപ്പിൻ്റെ പ്രചാരകരെ പോലും ബുദ്ധിമുട്ടാക്കുന്ന നിലയിൽ, വെറുപ്പിൻ്റെ പ്രചാരകരുടെ ജീവിതം പോലും ദുഷ്കരമാക്കുന്ന നിലയിൽ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുന്ന ഒന്നാണ് വെറുപ്പിൻ്റെ പ്രചാരണം, വിദ്വേഷ പ്രചാരണം എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. മനുഷ്യരെ വിഭജിച്ചുകൊണ്ട് മാത്രമേ ഇത്തരക്കാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ ക്ലാസ് മുറികൾ, മനുഷ്യരിടപെടുന്ന എല്ലായിടത്തും ആളുകളെ മതം തിരിച്ച് മാത്രം കാണുകയാണ്. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ആക്സിഡൻറ്റിൽ പെട്ടെന്ന് നോക്കുന്നത് എൻ്റെ മതക്കാരൻ എത്ര എന്ന് പറയുന്ന നിലയിലേക്ക് മനുഷ്യർ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തീപ്പൊരി മതിയാകും, ഒരു ചെറിയ പ്രകോപനം മതിയാകും ഒരു നാട് മുഴുവൻ വലിയ കലാപത്തിലേക്കും കൊലപാതകത്തിലേക്കും ആട്ടിയൊടിക്കലിലേക്കും ചെന്നെത്താനെന്നാണ് ഞാൻ ഈ സെഷൻ്റെ ഭാഗമായി പറയാൻ ശ്രമിക്കുന്നത്.
അതുകൊണ്ട് ഈ പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അവർ പോലും അറിയാതെ ഈ നാടിനെ വാസയോഗ്യമല്ലാതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്ന സന്ദേശമാണ് ഞാൻ ഇവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം, ഒരു കാരണവശാലും ഈ വിദ്വേഷ പ്രചാരണത്തെ ഫ്യുവൽ ചെയ്യുന്ന, അതിനെ കത്തിക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. ഇവിടെ ഇപ്പോൾ ചിലർ പറയും, കാസർഗോഡ് ജില്ലയിലൊക്കെ പ്രത്യേകിച്ച് ശരിയാണ്, ഇവിടെ സംഘപരിവാറിൻ്റെ പ്രവർത്തനം ശക്തമായി നടക്കുന്നുണ്ട്, ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെയൊക്കെ പല സമ്മേളനങ്ങൾക്കും ജാഥകൾക്കുമെതിരെയൊക്കെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കരുതിയിരിക്കേണ്ടതുണ്ട് എന്നൊരു പ്രചാരണം എല്ലാ ഭാഗത്തും അഴിച്ചുവിടുകയും പ്രതിരോധം അപരാധമല്ല എന്ന മുദ്രാവാക്യം മുഴക്കി സ്വയം സംഘടിക്കാനും പരിശീലിക്കാനുമുള്ളൊരു ശ്രമം നടക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പലർക്കും അത് അങ്ങനെ നടക്കട്ടെ, സ്വന്തം തമ്മാടികൾ ഉണ്ടാവുന്നത് നല്ലതല്ലേ, ഓൺ സ്കൗണ്ടറൽസ് നമുക്കുണ്ടായി വെക്കുന്നത് നല്ലതല്ലേ, അതും ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമല്ല എന്ന് തോന്നുന്നുണ്ടാവാം. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, അത്തരം പ്രതിരോധങ്ങൾ വിദ്വേഷ പ്രചാരകർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും കൂടുതൽ ഈ വെറുപ്പിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനും, ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വെറുപ്പ് വെറുതെ അല്ല എന്ന് തെളിയിക്കാനുമുള്ള അവസരമായിരിക്കും നൽകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത്തരം വാദഗതികളെല്ലാം നിങ്ങൾ നടത്തുന്ന പ്രകോപനപരമായി നിങ്ങൾ നടത്തുന്ന പ്രതിരോധം യഥാർത്ഥത്തിൽ നൈമിഷികമായി അതിനൊരു ഉണർവൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ആത്യന്തികമായി അത് വലിയ പ്രശ്നം സൃഷ്ടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സംയമനം ഒരിക്കലും ഒരു കാലഹരണപ്പെട്ട പദമേ അല്ല, മിതത്വം ഒരു കാലഹരണപ്പെട്ട പദമല്ല. മിതത്വമാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്നത് എന്ന് ഈ സമൂഹം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നബി തങ്ങളുടെ രൂപം, നബി തങ്ങളുടെ നിറം, നബി തങ്ങളുടെ ശബ്ദം, നബി തങ്ങളുടെ നടത്തം, നബി തങ്ങളുടെ സംസാരത്തിൻ്റെ വേഗം ഏത് നിങ്ങൾ എടുത്താലും ഏറിയുമല്ല കുറഞ്ഞുമല്ല എന്ന് തന്നെയാണ്. ഏറിയുമല്ല കുറഞ്ഞുമല്ല, കടുത്ത വെളുപ്പല്ല, ചുവപ്പ് കലർന്ന വെളുപ്പാണ്. നബിതങ്ങൾ അതിവേഗം സംസാരിക്കില്ല, എന്നാൽ സാവധാനം ഇഴഞ്ഞുമല്ല സംസാരിക്കുന്നത്. നബിതങ്ങൾ അത്യുച്ചത്തിലല്ല സംസാരിക്കുന്നത്, എന്നാൽ പിറുപിറുത്തുമല്ല. ഈ മിതത്വം തന്നെയാണ് ശരി. എന്ത് നഷ്ടങ്ങളുണ്ടെങ്കിലും വിദ്വേഷ പ്രചാരണത്തോടും വെറുപ്പിനോടും മിതമായും പക്വമായും സംയമനത്തോടെയും തന്നെയാണ് നിലകൊണ്ടത്, ഏത് നഷ്ടമുണ്ടായാലും എന്നതാണ് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കാനുള്ള ഒന്നാമത്തെ പരിഹാരം. അത് മക്കത്ത് നിന്നുള്ള പരിഹാരമാണ്. മക്കത്ത് നിന്നെല്ലാം പീഡനങ്ങൾ സഹിച്ചു, ആട്ടിയോടിച്ചു, ഉപരോധമേർപ്പെടുത്തി, കച്ചവടം തടഞ്ഞു, ആക്ഷേപിച്ചു, നിസ്കരിക്കുമ്പോൾ കഴുത്തിൽ കുടൽമാല വലിച്ചിട്ടു നിവരാൻ പറ്റാതെ പോയി എന്ന് പറയാവുന്ന അത്രയും ക്രൂരമായ ആട്ടിയോടിക്കൽ അനുഭവിച്ചിട്ടും ഒരു പ്രാർത്ഥന പോലും എതിരായി നടത്താൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായില്ല എന്ന് പറയുന്ന മിതത്വം നമ്മുടെ മുന്നിലുണ്ട് എന്നും നമ്മൾ മക്കത്താണെന്ന് കരുതുകയുമാണ് ഈ വിദ്വേഷ പ്രചാരണത്തിൻ്റെ കാലത്തെ ഏറ്റവും ശരിയായ രാഷ്ട്രീയമെന്നും ഞാൻ തിരിച്ചറിയുന്നു. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നു. രണ്ടാമത്തെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണ്? ഉദ്യാപുരം ക്ഷേത്രത്തിൽ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് കാളിയെ കൊണ്ട് സമ്മതം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മതപരമായ വിധികളെന്നും എനിക്കറിയില്ല. പക്ഷേ അത്തരം കൂടിച്ചേരലുകൾ നടക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. മാലിക് ദിനാർ പള്ളിയുടെ ഉറൂസിന് ഇതര മതസ്ഥരെ പങ്കെടുപ്പിക്കുന്ന ചടങ്ങുകൾ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും ഈ വിദ്വേഷകാലത്ത് നടക്കണം എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അത് നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നു. സാംസ്കാരികമായ പ്രതിരോധങ്ങളെ തീർച്ചയായും തിരിച്ചറിയേണ്ടതുണ്ട്. രാമൻ എന്ന് പറയുന്ന ഒരു ഏകശിലാത്മക ദൈവത്തെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ സാധാരണ മനുഷ്യരുടെ, ദളിതരുടെ കുട്ടിച്ചാത്തനും മറ്റ് ദൈവസങ്കല്പങ്ങളും കടലെടുത്ത് പോവുകയും ഇല്ലാതായി പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ദൈവസങ്കല്പത്തെക്കുറിച്ച് കൂടി തെരുവിൽ സംസാരിക്കുന്നവരായിരിക്കണം നമ്മൾ എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ സാംസ്കാരികമായ കൂടിച്ചേരലിൻ്റെ ഇടം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വിദ്വേഷത്തെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. ഭാഷ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട്, ഞാൻ പറയുകയാണ്, ഏറ്റവും ഗംഭീരമായ മതേതര ഉൽപ്പന്നം ഭാഷയാണ്.
ഞാൻ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ്. ഈ മലയാള ഭാഷ എനിക്ക് സ്കൂളിൽ നല്ല കിട്ടിയിട്ടുള്ളത്. എന്നോട് സംസാരിച്ച മുഴുവൻ മനുഷ്യരുമാണ് എനിക്ക് ഈ ഭാഷ തന്നിട്ടുള്ളത്. അതിൽ കണ്ണാണേട്ടനുണ്ട്, കല്യാണിയേട്ടനുണ്ട്, ജോസഫേട്ടനുണ്ട്, തൊട്ടപ്പുറത്തുള്ള മറിയുമത്തുണ്ട്, എല്ലാ മനുഷ്യരും, എൻ്റെ ഇമ്മിപ്പി മാത്രമല്ല എന്നോട് സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ സമൂഹത്തിൻ്റെ ഉൽപ്പന്നമാണ് ഭാഷ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഭാഷയിലെ സാഹിത്യവും എഴുത്തും വായനയും കേൾക്കലും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന, ഈ ഭാഷ മനോഹരമായി ഉപയോഗിക്കുന്ന, മനുഷ്യരോട് സംവദിക്കുന്ന നിലയിൽ ഉപയോഗിക്കുന്ന ഭാഷ രൂപപ്പെടുത്തുകയും എല്ലാ വിഭാഗം ആളുകളെയും കേൾക്കുകയും ചെയ്യുക. പറയുക മാത്രമല്ല, നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്, മറിച്ച് മറ്റൊരാളെ കേൾക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളയാൾ ഏതോ മതസ്ഥനാവട്ടെ, അയാളുടെ ഒരു വേദന കേൾക്കുന്നവർ നിങ്ങളായി കഴിഞ്ഞാൽ ഉറപ്പ് ഈ വിദ്വേഷകാലത്തിൻ്റെ ഏറ്റവും നല്ല പ്രതിരോധമായിരിക്കും അത്. ഈ നാട്ടിലെ എല്ലാ ഭാഷയും നമ്മൾ പരിശീലിക്കുകയും പഠിക്കുകയും അതിലിടപെടുകയും അതിൻ്റെ സംസ്കാരവും സാഹിത്യവും എല്ലാം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഭാഷയിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം. ഉയർന്ന സാമൂഹിക ബോധമുള്ള മനുഷ്യരെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റണം. ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങളില്ലെങ്കിൽ എൻ്റെ സംസാരം ഒരു ഭ്രാന്ത് മാത്രമാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ കണ്ണാടിക്കുമ്പിലാണ് സംസാരിക്കുന്നതെങ്കിൽ എൻ്റെ ഭാര്യ പറയും, ഇന്നലെ വരെ കുഴപ്പമൊന്നും